ചിക്കൻ ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് നമ്മൾ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം കുറച്ച് സമയം. അതിന് മാരിനേഷന് വേണ്ടത് ആദ്യം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ശേഷം ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നാരങ്ങാനീര് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ മിക്സ് ചെയ്ത് ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് പിടിക്കാനായിട്ട് വെക്കണം. നമ്മൾ ചിക്കൻ ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൺവീനിയൻ്റ് ആയിരിക്കും. വലിയ പീസായിട്ടും ചേർക്കാം, പക്ഷേ ഇതിന് കുറച്ചുകൂടെ നല്ലത് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യുന്നതാണ്. നമ്മളിവിടെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. മാക്സിമം എത്ര നേരം വെക്കാൻ പറ്റുമോ അത്രയും നേരം വെക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 hour വെച്ചാൽ മതി. kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ചിക്കന് നമുക്ക് 300 ഗ്രാം ചെറിയ ഉള്ളി എന്ന കണക്കാണുള്ളത്. പിന്നെ 4 സവാള, ഒരു ചെറിയ സവാള 4 അല്ലിയോളം നമുക്ക് വെളുത്തുള്ളി വേണം. പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം. ഇതിത്രയും നമ്മൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ചോപ്പറിൽ വെച്ചിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞാലും മതി. അങ്ങനെ നമുക്കത് ഈ ടൈമിൽ നമുക്കത് ചെയ്ത് വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുത്ത് കൊടുക്കാം, ഒഴിച്ച് കൊടുക്കാം. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്യാം. നമ്മുടെ ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേന് നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ മുഴുവൻ ഫ്രൈ ചെയ്യാം. നമ്മൾ വേറെ സെപ്പറേറ്റ് ഗ്രേവിയിലിട്ട് ഒരുപാട് കുക്ക് ചെയ്യുന്നൊന്നുമില്ല. അപ്പം ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ അത്യാവശ്യം കുക്കായി നല്ല ഫ്രൈ ആവുന്ന രീതിക്ക്, ഭയങ്കര കട്ടിയാവണ്ട, പക്ഷെ നല്ല അത്യാവശ്യം ഫ്രൈ ആവുന്ന രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ മുഴുവൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വഴറ്റാം, കറി വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ എണ്ണ നമ്മൾ ചൂടോടുകൂടി തന്നെയാണ് ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ചൂടായിട്ടിരിക്കുകയാണ്. നമുക്കതിലേക്ക് ആദ്യം കടുക് പൊട്ടിക്കാം. നമ്മളിതിലേക്ക് 3 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില, വറ്റൽമുളക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഒന്നിളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ഉള്ളി, സവാള, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കന് 300 ഗ്രാം ചെറിയ ഉള്ളി എന്ന കണക്കാണ്. പിന്നീട് നമുക്ക് 4 സവാള, ചെറിയ സവാളയാണെങ്കിൽ 4 സവാള, വലുതാണെങ്കിൽ നമുക്കൊരു 3 സവാളയൊക്കെ എടുത്താൽ മതി. ഒരുപാട് സവാളയുടെ ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി, ഈ വെളുത്തുള്ളി ഒരു 16 അല്ലിയാണ്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, അതും ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഒരു 4 പച്ചമുളകും നമുക്കിതിലേക്ക് ചേർക്കാം. നമുക്ക് സവാള, ചെറിയ ഉള്ളിയെല്ലാം നമുക്ക് ഒരുമിച്ച് ചേർക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പം ചെറിയ ഉള്ളിയാണ് ആദ്യം ചേർത്തിരിക്കുന്നത്. നമ്മളെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ സവാളയും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർക്കാൻ പോകുന്നത്. ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നതിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് നന്നായിട്ട് വഴന്ന് കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് സവാള നന്നായിട്ട് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. സ്വല്പം ഇപ്പോൾ ചേർത്താൽ മതി. ലാസ്റ്റ് നമുക്ക് ബാക്കി
കറിയുടെ എല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി അന്നേരം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം അതൊന്ന് വഴലാൻ വേണ്ടിയിട്ട് സ്വല്പം ഉപ്പ് ചേർത്താൽ മതി. നമ്മുടെ സവാളയും ഉള്ളിയും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. നമ്മളിതിലേക്ക് ചേർക്കുന്ന പൊടികളെല്ലാം ഞാനിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ, നമുക്ക് എരിവ് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ എടുക്കാം. 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇത്രയാണ് നമ്മളിതിൽ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്കിനി ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ചേർക്കാം. ഗ്രേവി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. വെള്ളം തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. നമുക്ക് ഇത് ഒരുപാട് ഗ്രേവി ഉള്ളൊരു ടൈപ്പ് കറിയല്ല. നമുക്കൊരു കൂടുതലും ആ ഒരു ഉള്ളിയുടെയും ഇതിൻ്റെയും വരുന്നൊരു ഗ്രേവി ആയിരിക്കും, ടൈറ്റായിട്ടുള്ളൊരു ഗ്രേവി ആയിരിക്കും നമുക്ക്. പക്ഷേ എന്നാൽ ഇതിൽ എല്ലാത്തിനും കൂടെയും കഴിക്കാൻ പറ്റുന്നൊരു ടൈപ്പ് ഗ്രേവിയാണ്. നമുക്കിത് ചപ്പാത്തി, അപ്പം, പുട്ട്, ഇടിയപ്പം, ദോശ എല്ലാത്തിൻ്റെ കൂടെയും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി ഗ്രേവിയാണ്. നമ്മളിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചിക്കൻ വെന്തുടഞ്ഞ് പോകണ്ട എന്നുള്ളവർക്ക് 5 മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ നമ്മൾ ചെറിയ തീയിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ചിക്കൻ നന്നായിട്ട് കുക്കാവും. ഒരു 10 മിനിറ്റ്സോളം ഇപ്പം നമ്മൾ സിമ്മയിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ചിക്കൻ ഉള്ളി റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.